മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ ചുറ്റും ധാരാളം ആളുകൾ കൂടുകയാണ്. അവനൊരു ഭവനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റാത്ത ജനമാണ്. അപ്പോൾ കുറെ ആളുകള് ഒരു തളർവാദ രോഗിയെ വീടിന്റെ മേൽക്കൂര പൊളിച്ച് ഇറക്കി അവന്റെ അടുത്ത് കൊണ്ടുവരിക. 4-ാമത്തെ വചനത്തെ നമ്മൾ വായിക്കുകയാണ്. ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട അവരിനു വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്താ? നമ്മൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ അധ്വാനങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ നൽകണമെന്ന് ഈശോ പഠിപ്പിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന് മുമ്പിൽ വേദന അനുഭവിക്കുന്ന ദൂരം പേരുണ്ട്. കഷ്ടതകളിലൂടെ കടന്നു, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവര്, പാപത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ കുടുംബത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി, അങ്ങനെ ഇരിക്കരുത്. നമ്മൾ അവരിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവർക്ക് വേണ്ടി, നമ്മൾ കണ്ടുമുട്ടുന്നവർക്ക് വേണ്ടി, നമ്മളെ സഹായിച്ചവർക്ക് വേണ്ടി, നമ്മൾ സംസാരിക്കുന്നവർക്ക് വേണ്ടി, കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആ പ്രാർത്ഥന കേട്ട് കർത്താവ് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും കൂടെ കർത്താവ് മറക്കില്ല. നമ്മുടെ വിശ്വാസം കർത്താവ് കാണുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പാപപരിഹാരമാണ് യഥാർത്ഥ സൗഖ്യം. അവന്റെ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ അവന് സൗഖ്യമുണ്ടായി. പാപപരിഹാരമാണ് യഥാർത്ഥ സൗഖ്യം. നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെയൊക്കെ പാപങ്ങൾ മായ്ക്കപ്പെടണം. പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ നമുക്കുണ്ട്. നമ്മുടെ വാക്കില്, പ്രവൃത്തിയില്, നോട്ടത്തില്, ചിന്തയില്, വികാരങ്ങളില്, വിചാരങ്ങളിലൊക്കെ കുറവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഈ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മളും തളർന്നു കിടക്കും. ഈ തളർവാദ രോഗി തന്റെ പാപം മൂലം തളർന്നു പോയതുപോലെ നിന്റെ ജീവിതത്തിന്റെ ചില പാപാവസ്ഥകൾ, നിന്റെ ജീവിതത്തിന്റെ അധ്വാനങ്ങളെ, നിന്റെ ജീവിതത്തിന്റെ പഠനങ്ങളെ, നിന്റെ ജോലിയെ, ബിസിനസിനെ, കുടുംബത്തെ തളർത്തും. മറന്നുപോകരുത്. നിന്റെ സാമ്പത്തിക മേഖലയെ തളർത്തും, നിന്റെ ആത്മീയ ജീവിതത്തെ തളർത്തും. പാപപരിഹാരത്തിലൂടെയേ സൗഖ്യം നേടാനായിട്ട് സാധിക്കുകയുള്ളൂവെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് പാപങ്ങൾ മോചിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ടും നിനക്ക് സാധിക്കട്ടെ. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 6, 7, 8 തിരുവചനങ്ങൾ നമ്മൾ കാണുകയാണ്. ഈശോ ഇത് പഠിപ്പിച്ചപ്പോ നിയമജ്ഞരിൽ ചിലർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ഈശോ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? അവര് ഉള്ളിൽ ചിന്തിക്കുക, ഇവൻ എങ്ങനെ പാപം മോചിക്കാൻ സാധിക്കും? ഇവരുടെ വിചാരം കർത്താവ് മനസ്സിലാക്കുക. ഉള്ളിലുള്ളത് കർത്താവ് മനസ്സിലാക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ കാണുന്നത്. ഉള്ളിലുള്ള അവർ ചിന്തിച്ചതേ ഉള്ളൂ, അത് ഈശോ അറിഞ്ഞു. നിന്റെ ഉള്ളിലുള്ളത് മുഴുവനും ഈശോ അറിയുന്നുണ്ട്. നീ എന്ത് ചിന്തിച്ചാലും അത് ഈശോ അറിയുന്നുണ്ടെന്ന് നീ ഓർത്തോണം. നീ എന്ത് പ്രവർത്തിച്ചാലും അത് ഈശോ അറിയുന്നുണ്ടെന്ന് നീ വിചാരിച്ചോണം. നീ ചിന്തിക്കുന്നത് ഈശോ അറിയുന്നുണ്ട്. നിന്റെ ഉള്ളിലുള്ള ചിന്ത അത് തിന്മയാണെങ്കിൽ, കപടതയാണെങ്കിൽ അത് ഈശോ അറിയുന്നുണ്ട്. വേദനയാണെങ്കിൽ അത് ഈശോ അറിയുന്നുണ്ട്. നിന്റെ ഉള്ളു മുഴുവനും കഷ്ടപ്പാടിനെ കുറിച്ചുള്ള ചിന്തകളാണെങ്കിൽ, നിന്റെ വേദനയെക്കുറിച്ചുള്ള ചിന്തകളാണെങ്കിൽ, ആകുലതകളാണെങ്കിൽ, വേദനകളാണെങ്കിൽ അതുപോലും ഈശോ അറിയുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. മറക്കരുത്, നിന്റെ ഉള്ള് അറിയുന്നവനാണ് ഈശോ. വീണ്ടും 12-ാമത്തെ വചനത്തിൽ നമ്മൾ വരുമ്പോൾ കാണുന്നത്,
ഈശോ ഇവനെ സൗഖ്യപ്പെടുത്തിയതിനെ ഓർത്ത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം മഹത്വപ്പെടണം, ദൈവം ഉയർത്തപ്പെടണം, അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദി പറയണം. ഈ വചന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് നമുക്ക് സൂക്ഷിക്കാം. കർത്താവ് തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ മോചനം നൽകി നമ്മളെ അനുഗ്രഹിക്കും പാപപരിഹാരത്തിലൂടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. അവരിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്നത് നമ്മുടെ ഈശോ അറിയുന്നുണ്ട്. ഈശോയുടെ അനുഗ്രഹത്തിന്റെ ലക്ഷ്യം അവിടുത്തെ മഹത്വം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ഈ ദിവസത്തെയും ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ, തടസ്സങ്ങളും ശാപങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.